രാധാകൃഷ്ണന്റെ ഭാര്യ മിനിയോടുള്ള പ്രണയം കാരണം അല്ലെങ്കിൽ അവരുടെ അവിഹിതം കാരണം സന്തോഷ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തി അപ്പൊ കേരളത്തിൽ ആദ്യമായിട്ടാണ് തോന്നുന്നില്ല ഇങ്ങനെയുള്ള ഒരു വാർത്ത കേൾക്കുന്നത്. തോക്കെടുത്ത് അങ്ങ് വെടിവെച്ച് കൊന്നു. വെടിവെച്ച് കൊല്ലുന്നതിന്റെ മുന്നും ഏകദേശം അത് കഴിഞ്ഞതിന് ശേഷം സോഷ്യൽ മീഡിയയിൽ രണ്ട് പോസ്റ്റും സിനിമ സ്റ്റൈലിൽ വെല്ലുന്ന ഒരു പോസ്റ്റ്. ഓക്കെ, നമുക്ക് എന്തായാലും സന്തോഷിന്റെ ജാതകം ഒന്ന് ഇവിടെ ഒന്ന് തുറന്നു വായിക്കാം. കമ്മ്യൂണിസ്റ്റുകാരനാണ്, ഡിവൈഎഫ്ഐക്കാരനാണ്. മരണപ്പെട്ട ആള് ഒരു BJP പ്രവർത്തകനാണ്, പ്രാദേശിക നേതാവൊക്കെയാണ്. ഇതില് രാഷ്ട്രീയമില്ല, ഇവിടെ അവിഹിതം മാത്രമേ ഉള്ളൂ. മിനിയുമായിട്ടുള്ള ഒരു ബന്ധം ഇയാൾക്ക് വരുന്നത് എപ്പോഴെന്ന് വെച്ചാൽ സ്കൂൾ കാലഘട്ടം മുതലാണേ. അങ്ങനെ ആ ഒരു പ്രണയമൊക്കെ തുറന്നു പറഞ്ഞിട്ടൊന്നും നടന്നില്ല. അത് കഴിഞ്ഞ് ഒരുപാട് വർഷങ്ങളോളം ഇയാൾ കല്യാണം കഴിച്ചില്ല. ഇപ്പോൾ കല്യാണം കഴിച്ചില്ല കേട്ടോ സന്തോഷേട്ടൻ. സന്തോഷേട്ടൻ ആ ഒരു പ്രണയത്തിന് വേണ്ടിയിട്ട് ഒരു താജ്മഹലും പണിഞ്ഞ് ഹൃദയത്തിൽ ഇങ്ങനെ കാത്തിരിക്കുക. അതിനു വേണ്ടിയിട്ടാണ് ഈ പറയുന്ന പാവപ്പെട്ട മനുഷ്യനെ വെടിവെച്ചങ്ങ് കൊന്നത്. ഓക്കെ, നമുക്ക് സന്തോഷിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെ പോവാൻ. ചിരിച്ച് ചത്തു കഴിഞ്ഞാൽ ഇന്നൊന്നും പറയരുത്, ഒരു കൊലപാതകയാണ്, ഇവിടെ ഒരു മരണമാണ് നടന്നിട്ടുള്ളത്. എന്നാൽ പോലും വായിക്കുമ്പോൾ കുറച്ച് ചിരിയൊക്കെ വരും. നഷ്ടങ്ങളുടെ പട്ടികയിലേക്ക് വലിച്ചെറിയില്ല എന്നുറപ്പുള്ള ഒരാളുടെ ഇഷ്ടമായി മാറുക, ഇതാണ് സന്തോഷ് ഏട്ടന്റെ പ്രൊഫൈൽ. ആരുടെ ഫോട്ടോ അറിയോ? നമ്മുടെ അയ്യപ്പനും കോശിയത്ത് ആ ഒരു ബിജുമേനോന്റെ കെറ്റപ്പിലാണ് നിൽക്കുന്നത്. അതായത് ഒരു രൗദ്രഭാവത്തോട് കൂടിയിട്ടുള്ള സാധനം വെച്ചിട്ടുള്ളത്. ഇത് മാറ്റിയത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ്. അതുവരെ അദ്ദേഹത്തിന്റെ ആ ഒരു വളിഞ്ഞ മോൻ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഇപ്പൊ എങ്ങനെയാണ് ഈ ഒരു പ്രണയം വീണ്ടും പൂത്തുലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാലത്തിന് ശേഷം വീണ്ടും ഒരു മീറ്റപ്പ് വെച്ചതാണ്. അത് 2024 മാർച്ച് 14-15 ആ ഒരു സമയത്താണ് ഇവർ വീണ്ടും മീറ്റപ്പ് വെക്കുന്നത്. അതിലൂടെ വീണ്ടും ആ ഒരു പ്രണയം അങ്ങ് പൂത്തുലയുകയാണ്. ആ പൂത്തുലഞ്ഞ പ്രണയത്തിൽ പിന്നെ ഒരു വലിയൊരു വഴിത്തിരിവിൽ എത്തുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രാധാകൃഷ്ണൻ, അതായത് മിനിയുടെ ഭർത്താവ്, ഒരു വീട് വെക്കുന്നുണ്ട്. ആ വീട് പണി നേരെ സന്തോഷിനെ ഏൽപ്പിക്കുകയാണ് നമ്മുടെ കാമുകി മിനിച്ചേച്ചി. മിനിച്ചേച്ചി ഏൽപ്പിച്ച ആ ഒരു പണിയെടുത്ത് അതിനിങ്ങനെ പതുക്കെ പോകുന്നതിന്റെ ഇടയിൽ ഇവർ അവിഹിതം എന്താണെന്ന് ചേട്ടായി പൊക്കി 4 വർത്താനം പറഞ്ഞു. 4 വർത്താനം പറഞ്ഞതിന് ശേഷം പിന്നെ നിരന്തരം സോഷ്യൽ മീഡിയയിൽ ആള് ഓരോ ഡയലോഗ് അടിക്കായിരുന്നു. ഓക്കെ, നമുക്ക് എന്തായാലും ഇയാളുടെ കുറച്ച് പോസ്റ്റുകൾ വായിക്കാം. ഇയാൾ കൊന്നതിന് ശേഷം ഇട്ടൊരു പോസ്റ്റ് ഇതാണ്: നിന്നോട് ഞാൻ പറഞ്ഞതല്ലടാ എന്റെ പെണ്ണിനെ ഒന്നും ചെയ്യരുത് എന്ന്. ലൂസിഫർ, ലാലേട്ടൻ, എന്റെ കൊച്ചിനെ തൊടുന്നോടാ ആ സാധനം. നിന്റെ കുത്തിക്കഴപ്പ് അല്ലേ, എന്റെ ജീവൻ പോയാൽ ഞാൻ സഹിക്കും, പക്ഷേ എന്റെ പെണ്ണ് നിനക്ക് മാപ്പില്ല. വെടിവെച്ച് കൊന്നതിന് ശേഷം അയാള് ഫേസ്ബുക്കിൽ കുറിച്ചത്. ഇയാളൊരു സിനിമാ ലോകത്താണ് ജീവിക്കുന്നത്, നല്ല മദ്യപാനിയാണ്. പിന്നെ ഈ ഒരു തോക്ക് വെക്കാനൊക്കെ വെടിവെക്കാനൊക്കെ ഒരു പരിശീലനം കിട്ടിയതാണ്. അവരുടെ നാട്ടിൽ ഈ കാട്ടുപന്നിയുടെ ഒക്കെ ഒരു പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് നാട്ടിലെ പ്രാദേശികമായ ആളുകൾക്ക് ഈ തോക്ക് ഉപയോഗിക്കാനൊക്കെ പഠിപ്പിച്ചു കൊടുത്തിരുന്നത്. അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ആള് ഈ തോക്കൊക്കെ ആയിട്ട് നടക്കുക. ഈ സാധനം വെച്ചിട്ടാണ് പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. കൊള്ളിക്കുക എന്നത് ആണ് ടാസ്ക്, കൊള്ളും എന്ന് ഉറപ്പ്. ഇതാണ് കൊല്ലുന്നതിന്റെ മുമ്പിട്ട പോസ്റ്റ് ഇട്ടോ. കൊല്ലതിന് ശേഷമുള്ള ഇന്ന് കണ്ടിട്ടുണ്ടോ? ഓക്കെ, അതിന്റെ ഒരു 2 ദിവസം മുമ്പ് വേറൊരു പോസ്റ്റ്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇയാളുടെ ആ ഒരു എന്താ പറയാ പ്രണയം പൂത്തുലിഞ്ഞിങ്ങനെ ജ്വലിക്കുന്ന സാധനങ്ങളാണ്. ചില തീരുമാനം ചിലപ്പോൾ മനസ്സിൽ ഉറപ്പിച്ചിട്ടായിരിക്കും, നമ്മൾ അത് മനസ്സിലാക്കാൻ വൈകി പോകും. അവസാന ഘട്ടത്തിൽ പോലും മനസ്സിലാക്കാതെ വന്നാൽ കൈവിട്ടു പോകും. നമ്മുടെ നില നമ്മൾ തന്നെ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാതെ വന്നാൽ ചിലപ്പോൾ നമുക്ക് നമ്മളെ തന്നെ നഷ്ടമാകും. നിനക്ക് നഷ്ടമായല്ലോ. ആരെയും ഒറ്റപ്പെടുത്താതിരിക്കുക, കൂടെ നിർത്തുക പറ്റുന്നിടത്തോളം. ചുരുങ്ങിയ ജീവിതത്തിൽ ആർക്കും ശല്യമാകാതെ ഇരിക്കുക. നമ്മുടെ സാന്നിധ്യം ശല്യമാകുന്നവർക്ക് മുന്നിൽ പോകരുത്. അവർ നമ്മളെ ഒരിക്കലും കാണരുത്. ഓക്കെ, എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിലെ പ്രണയമൊക്കെ പൊക്കിയ ചേച്ചിക്ക് നല്ല പെട രാധാകൃഷ്ണന്റെ ഒക്കെ കിട്ടുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ വിവാഹം കഴിച്ച് ഒരുമിച്ച് നിൽക്കുന്ന ഭർത്താവിനെ മൂഞ്ചിച്ചുകൊണ്ടാണ് മറ്റവനൊരു ചാറ്റുന്നത്. സ്വാഭാവികമായിട്ടും നല്ല പെട കിട്ടിയിട്ടുണ്ടാവും. ആ പെടയൊക്കെ ഇവനോട് പറയും. അതിനാണ് പറഞ്ഞത് എന്റെ പെണ്ണിനെ തൊടുന്നോടാ എന്നുള്ള സാധനം ആ പോസ്റ്റിന്റെ കൂടെ കേട്ടാ. അതെ, എനിക്ക് അറിഞ്ഞുകൂടാത്തത് കൊണ്ട് ചോദിക്കുക, എന്നോട് എന്നും അടി കൂടാന്ന് വല്ല നേർച്ചയുമുണ്ടോ കുരുപ്പേ നിനക്ക്? അവിടെ ഒരു ഇതിലേ ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ട്. പ്രണയമല്ലേ, ചെറിയ രീതിയിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു സംഭവങ്ങൾ ഉണ്ടായി. അതന്നെ. നീ ആരോടും ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്ന വിശ്വാസം നിനക്കുണ്ടെങ്കിൽ നിന്റെ നിരപരാധിത്വം നീ ആരുടെയും മുന്നിൽ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. എല്ലാത്തിനും കാലം സാക്ഷിയാണ്. കാലം മാത്രമല്ല സാക്ഷി, പൊട്ട. നീ നിനക്കുള്ള കുഴി അവിടെ തോണ്ടിയിട്ടാണ് സോഷ്യൽ മീഡിയയിൽ ഓരോന്നിട്ടിട്ടാണ് നീ പോയിട്ടുള്ളത്. അത് വേറെ കാര്യം. ഓക്കെ, എവിടെ നിർത്തി വെച്ച് പറഞ്ഞാ തുടങ്ങിയിട്ട് നമ്മുടെ ജീവിതം നമുക്ക് മാത്രമാണ് ജീവിതമാകുന്നത്. മറ്റുള്ളവർക്ക് അത് കേൾക്കാനുള്ള ഒരു കഥ അല്ലെങ്കിൽ മറ്റൊരാളോടുള്ള സംസാരത്തിലെ ഒരു ചർച്ചാ വിഷയം അത്രമാത്രം പ്രതീക്ഷിക്കാവൂ. അല്ലക്കാണ് ഇപ്പൊ ചർച്ചാ വിഷയം കേരളം മുഴുവൻ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക, ഏതാണ് ഈ പൊട്ടെന്നുള്ളത്.
മറ്റൊരു ആളുടെ ഭാര്യയെ അടിച്ചെടുക്കാൻ ശ്രമിച്ചിട്ട് അയാളെ പോയി കൊന്നിട്ട് ഡയലോഗ് അടിച്ച് നടക്കുക കൂതറ. ഈ ലോകത്ത് മനുഷ്യർ തമ്മിൽ പരസ്പരം സ്നേഹമില്ല എന്നൊക്കെ ഒരു അപവാദമുണ്ട്. എന്നാൽ ഈ കപട ലോകത്ത് ശരിക്കും സ്നേഹിക്കുന്നവരെ പലർക്കും തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നതാണ് വാസ്തവം. കൊച്ചു കള്ളൻ, എന്താ ഡയലോഗുകളിലെ. ഈ മനുഷ്യർ തമ്മിൽ പലപ്പോഴും ഒറ്റ വാക്കുകൊണ്ടൊക്കെ ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു അകൽച്ച സൃഷ്ടിക്കാൻ വളരെ എളുപ്പമാണ്. എന്നാൽ പിന്നീട് 1000 നല്ല വാക്കുകൾ കൊണ്ട് എത്ര ശ്രമിച്ചാൽ അകന്നുപോയവർ തമ്മിൽ അകടുക്കാൻ ആണ് പ്രയാസം. എനിക്ക് തോന്നുന്നത് സ്കൂൾ കാലഘട്ടത്തിലെ പ്രണയം ഇവർക്ക് മൂഞ്ചി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ വീണ്ടും ആ ഒരു ഗെറ്റ് ടുഗദറൊക്കെ വെച്ചതിന് ശേഷമാണ് വീണ്ടും അത് പൊടി തട്ടിയെടുത്തത്. ആ ഒരു പ്രയാസത്തെ കുറിച്ച് പറഞ്ഞതാ തോന്നുന്നത്. എത്ര സ്നേഹിച്ചിരുന്നു എന്നറിയണമെങ്കിൽ എത്ര ക്ഷമിച്ചിരുന്നു എന്ന് കൂടി അറിയണം. ഓഹോ, ക്ഷമിക്കാൻ അറിയാത്ത ആളുകൾക്കിടയിലെ സ്നേഹത്തിനൊന്നും അധികം ആയുസുണ്ടാവില്ല. പാവട്ടാ. അറിവിനേക്കാൾ ഏറെ മഹത്തരമാണ് മനസ്സിലാക്കൽ. നമ്മെ അറിഞ്ഞവർ ഏറെ ഉണ്ടാകാം, പക്ഷെ മനസ്സിലാക്കിയവർ വളരെ വിരളമായിരിക്കും എന്നുള്ളതാണ്. എന്താ രസമല്ലേ, നല്ല എഴുത്തുകാരനാണെന്ന് തോന്നുന്നു, എഴുതിയിട്ടാണ് വളച്ചെടുത്തെന്ന് തോന്നുന്നത്. കൊള്ളാം. ജീവിതത്തിൽ ഒരാളെ ഇഷ്ടപ്പെടുക, അവർക്ക് വേണ്ടി ജീവിക്കുക, അതൊക്കെ ഒരു സുഖം തന്നെയാണ്. മാറ്റങ്ങളില്ലാതെയുള്ള ജീവിതങ്ങളിലാണ് ഇഷ്ടം. മാറ്റങ്ങളില്ലാതെ തന്നെ മുന്നോട്ട് പോവുക. ഓക്കെ, ഈ ഒരു പ്രൊഫൈൽ പിക്ചർ മാറ്റിയ സമയത്ത് അയാൾ എഴുതി ചേർത്തൊരു സാധനമാണ്. പക മാത്രം, ഇനി പ്രണയമില്ല. നിന്നെ ഞാൻ എവിടെ എത്തിക്കുമെന്ന് കാണിച്ചു തരാം. നിന്റെ ഇതുവരെയുള്ള സൗഭാഗ്യം ഒക്കെ തീരുന്നു. ഞാനൊരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്. അതിലുള്ള സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും മുഖമൊക്കെ ഞാൻ ഇതാക്കി വെച്ചിട്ടുണ്ട്. 2024 മാർച്ച് 15-ാം തീയതിയാണ് കൂടപ്പിറപ്പുകൾ എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ഇടുന്നത്. നമുക്ക് ഇനി ഒരു കഥയിലേക്ക് വരാം. ഇവിടെ രണ്ടുപേരും, മിനിയും ഇവരും തമ്മിൽ പണ്ട് മുതലുള്ള ഒരു സൗഹൃദമാണ്. ആ ഒരു സൗഹൃദം ഏതൊക്കെയോ രീതിയിലേക്ക് ആയി പോയിട്ടുണ്ടായിരുന്നു. ഒരുപാട് കാലം അവർ വേറിട്ടു. മിനി വേറെ വിവാഹം കഴിക്കുന്നു. ആ വിവാഹം കഴിച്ച ആളൊരു വീട് പണിയൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോണ സമയത്താണ് ഇവർ വീണ്ടും ഗെറ്റ് ടുഗദറും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത്. അങ്ങനെ ആ ഒരു മീറ്റപ്പിൽ വെച്ച് വീണ്ടും ആ പ്രണയം പൂത്തുലയുന്നു. അവർ ആ ഒരു ബന്ധത്തിലോട്ട് മുന്നോട്ട് പോകുന്നു. സന്തോഷ് എന്ന് പറയുന്ന വ്യക്തിക്ക് വീട് പണി പിടിച്ചു കൊടുത്തുകൊണ്ട് അവിടെ വീണ്ടും ഒരു മിങ്ക്ലോ തുടങ്ങാൻ നോക്കുമ്പോഴത്തേനും രാധാകൃഷ്ണൻ ചേട്ടൻ അതൊക്കെ പൊക്കി അവർ രണ്ടുപേർക്കും താക്കീത് കൊടുത്ത് വേറെ ആൾക്ക് പണി കൊടുക്കുന്നു. ഈ ഒരു പണി വേറെ ആൾക്ക് കൊടുത്തതിന് ശേഷം ഈ ഒരു സ്ത്രീക്ക് നല്ല രീതിയിൽ വഴക്കും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്, നല്ല പടം കിട്ടിയിട്ടുണ്ട്. കാരണം അവിഹിതമാണല്ലോ. അങ്ങനെ സന്തോഷ് ഇത് അറിയാണ്. സന്തോഷ വെച്ചാൽ ഒരു ഒറ്റയാൾ പട്ടാളാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രണയമൊക്കെ നഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ വേറെ വിവാഹമൊന്നും കഴിക്കാതെ ഇങ്ങനെ അറ്റത്തടിയായിട്ട് പോവുക. ആ സമയത്താണല്ലോ മിനി വീണ്ടും കിട്ടുന്നത്. വീണ്ടും ഒരു മരുഭൂമിയിലെ പൂക്കാലം എന്ന് പറഞ്ഞ പോലെ അവിടെ തളിരിടാൻ തുടങ്ങി. ഈ തളിര് പൊട്ടിക്കാൻ നോക്കുന്ന രാധാകൃഷ്ണനെ എങ്ങനെയെങ്കിലും വകവരുത്തണം. അങ്ങനെ രാധാകൃഷ്ണൻ സ്ഥിരം ആ വീട്ടിലേക്ക് പോകുന്ന ഒരു സമയമുണ്ട്. ആ ഒരു സമയം കണക്കാക്കിക്കൊണ്ട് കയ്യിലൊരു കഠാരയും ആ ഒരു തോക്കും എടുത്താണ് പോകുന്നത്. ഈ തോക്കിൽ ലൈസൻസും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ, വേറെ കാര്യം. അങ്ങനെ എന്തിനാണ് കത്തി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്ക് തോക്കുകൊണ്ട് വെട്ടിച്ച് കൊല്ലാൻ പറ്റില്ലെങ്കിൽ കുത്തി കൊല്ലാന്നുള്ള ധാരണയിലാണ് പോകുന്നത്. അവിടെ എത്തി രാധാകൃഷ്ണന്റെ അടുത്ത് വന്ന് നെഞ്ചത്ത് വെച്ചിട്ടാണ്ട് പൊട്ടിച്ചു. ആള് ഉടനെ തന്നെ മരിച്ചു. എന്നിട്ട് ആൾ ഓടി രക്ഷപ്പെട്ടിട്ടൊന്നുമില്ല. ആ ഒരു ചുറ്റിലും തന്നെ ഉണ്ട്. കാരണം അമിതമായ മദ്യപാനം കൊണ്ട് നടക്കാനും പിടിക്കാനും കൊടുക്കും വയ്യ. പോലീസുകാർ വന്ന് പൊക്കുന്ന സമയത്ത് ആൾ ഫുൾ ഫിറ്റ് ആണ്. ചോദ്യം ചെയ്യാൻ നോക്കിയപ്പോൾ ആളെ ചോദ്യം ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഫുൾ കയ്യിൽ നിന്ന് പോയ ഫിറ്റിലാണ് കിടക്കണത്. അങ്ങനെ പോലീസുകാർ പിറ്റേ ദിവസം ചോദ്യം ചെയ്തപ്പോൾ കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞു. സോഷ്യൽ മീഡിയയിൽ അതിലിട്ട പോസ്റ്റിനെ കുറിച്ചും കാര്യങ്ങളൊക്കെ പറയുന്നു. പോലീസുകാരെല്ലാം മനസ്സിലാവുന്നു. പക്ഷെ തോക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. തോക്ക് അന്വേഷിച്ച് അവസാനം കണ്ടെത്തുന്നത് മിനിയുടെ വീടിന്റെ അടുക്കളയിൽ നിന്ന് ആ ഒരു വിറകുപരയുടെ അവിടെ നിന്നാണ് കിട്ടുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ പോലീസുകാർക്ക് ഇവിടെ മിനിയുടെ സഹായമുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട്. തീർച്ചയായിട്ടും ഒരു സാധ്യതയുണ്ട്. ഭർത്താവിനെ വകവരുത്തി അവരുടെ കൂടെ പോകാനുള്ള ഒരു സാധ്യത അവിടെ കാണുന്നില്ല എന്നില്ലല്ലോ. ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യം ഉണ്ടാവും, അയ്യോ ഭാര്യമാരെ ഇനി ഇങ്ങനെയുള്ള മീറ്റപ്പിനൊന്നും വിടണ്ട എന്നുള്ളത്. ചില സാധ്യതകളൊക്കെ അങ്ങനെയാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഭാര്യയെ നല്ല രീതിയിൽ പ്രണയിച്ചിട്ടില്ല എങ്കിൽ അവർക്ക് ഒരു തരത്തിലുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കാതെ അവരെങ്ങനെ ശ്വാസം മുട്ടിച്ച് പണിയെടുപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് എങ്കിൽ സ്വാഭാവികമായിട്ടും പണ്ട് അവർക്ക് എപ്പോഴെങ്കിലും കിട്ടിയ ഒരു സ്നേഹം അത് ഇന്നും കിട്ടുമെന്ന് വിചാരിച്ച് അവരെ കാണുമ്പോൾ കൂടെ പോകാനുള്ള സാധ്യത കുറേയുണ്ട്. നിങ്ങൾ ഒരു ഗുണപാഠമായിട്ട് കാണേണ്ടത് ഭാര്യമാരെ സ്നേഹിക്കുക. വീർപ്പും മുട്ടിക്കാനല്ല കേട്ടോ പറഞ്ഞിട്ടുള്ളത്, അവർക്ക് പരിഗണനകൾ കൊടുക്കുക. അവരും മനുഷ്യരാണ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. നിരന്തരമായിട്ട് പുതിയ പുതിയ വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ തോക്കുകൊണ്ട് വെടിവെച്ച് പറഞ്ഞപ്പോൾ ഒരു കൗതുകത്തോടു കൂടി ഞാൻ വാർത്ത കേട്ടതാണ്. കേട്ട് ഡീറ്റെയിൽസിലേക്ക് ഇറങ്ങി ചെന്ന് ഇയാളുടെ ഫേസ്ബുക്ക് ഒന്ന് തോണ്ടിയപ്പോൾ കാര്യം മനസ്സിലാവുന്നത് ഇയാൾ അമ്മാതിരി പ്രണയവീരനായിരുന്നു എന്നുള്ളത്. എല്ലാത്തും മനുഷ്യനാണല്ലേ. എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. നമ്മുടെ നാട്ടിലും വീട്ടിലും ഇങ്ങനെയുള്ള വാർത്തകൾ കേൾക്കാതിരിക്കുക, പ്രാർത്ഥിക്കുക. വേറെ ഓപ്ഷൻ ഒന്നുമില്ല. വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി അതൊരു സന്ദീപ് സൈനിങ് ഓഫ്.